മക്കളെ വെച്ച് പോയിട്ട് വരാട്ടോ. എല്ലാ വീട്ടിലും നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് വെച്ച് പോയി കേട്ടോ. പണി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വരുമ്പോ കൊണ്ടുണ്ട് കേട്ടോ. നല്ല കുട്ടികളായി കളിച്ചണം കേട്ടോ. പാവങ്ങൾ അല്ലാഹു അല്ലേ, ഇത്ര പ്രയാസം കഴിയുന്നവരാണ് ഇവരൊക്കെ. കളച്ചവനെ ഇപ്പൊ കുട്ടികള് നോൻപറക്കാൻ ഫ്രൂട്ട്സ് കൊണ്ട് ചെല്ലാൻ ഇത്തരത്തിലുള്ള പ്രയാസം കഴിയുന്ന ഒരുപാട് ആളുകൾ ഓർക്കണം ഈ വീഡിയോയിലൂടെ. ആ ഉപ്പയുടെ ആ മുഖത്ത് നോക്ക്. ഇതൊരു വീഡിയോ ആണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇത്ര പ്രയാസം കഴിയുന്നുണ്ട്. ഇത് കുറച്ചെടുക്ക, വില നോക്കണ്ട, സാധനം എടുത്തോ, മുസമ്പി എടുത്തോ, മാങ്ങി എടുത്തോട്ടോ. അതെന്താ എന്താ പരിപാടി? അത് നോമ്പുറപ്പിക്കലാണ്. പ്രയാസപ്പെടുന്നവരോട് പരിപാടി വലിയ പരിപാടി ഒന്നുമല്ല. പക്ഷെ നമ്മൾ സാധനം ടേബിൾ നിറഞ്ഞിങ്ങനെ കാണും. കാരണം നമ്മള് ഫോട്ടോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വെക്കുമ്പോ മോശമാകാൻ പാടില്ല. മറ്റേ ആളുകൾ കാണാൻ നമുക്കൊരു മോശം. സ്റ്റാറ്റസ് വെക്കുമ്പോ ഇങ്ങനെ അടിപൊളിയാവും. ഓക്കെ, എല്ലാ വീട്ടിലും നോമ്പ് തുറക്കുമ്പോ ഫ്രൂട്ട്സ് ഞങ്ങൾ ഇത് എടുത്തേക്കിട്ടോ. ഞാൻ എനിക്ക് കുറച്ച് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. പാർസലാക്കി സെറ്റ് ചെയ്തോ കേട്ടോ. ഇങ്ങോട്ട് വരും. നിങ്ങൾ കുറെ നേരം അവിടെ വെക്കണേ. ഇങ്ങോട്ട് വരും. എന്താ നിങ്ങൾക്ക് വേണ്ടി? ഇതെങ്ങനെയാ വില? അത് 380 റുപ്യ. 380. മക്കൾ അത് 150. പൈസ കുറച്ച് കമ്മി. എന്തേലും ആയില്ലേ? കുറച്ച് കമ്മിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് പൊട്ടിയതും ഡാമേജ് ഒക്കെ ആയാലും അതൊരു പീസിലാക്കി കൊണ്ടേക്കും. ഉണ്ടോ? നാളെ മതി. ഇങ്ങോട്ട് വരും. ഞങ്ങൾ പോയിക്കോളെ. അവിടെ ഉണ്ട് കേട്ടോ. ഇതല്ലേ? അതുപോലെ നാം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. എത്രയോ ആ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ അന്നത്തെ ദിവസം നോമ്പ് തുറക്കാത്തവർ പോലും ഉണ്ടാകും. അവരുടെ മുമ്പിൽ ഇതൊക്കെ വരുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. ഇത് മൊത്തം എടുത്തേക്കണേ. എടുത്തോളെ. ഇതാ ഇത് വെച്ചോളി. തന്നെ ഉള്ളൂ ചോദിച്ചു. അതെന്താ? അത് ഇതിന്റെ പൈസ നോമ്പൊക്കല്ലേ? അത് കൊണ്ടേക്കോളി. വേണ്ടേ? വേണ്ട വേണ്ട, അത് കൊണ്ടേക്കോളി. പോയിട്ടോ. വലൈക്കും സലാം. എവിടെ മക്കളൊക്കെ? പൊന്നാ ലിയാ ബേ ഇരുന്നാണി. ബാങ്ക് കൊടുക്കാനായില്ലേ? പാവങ്ങൾ അല്ലാഹു അല്ലേ, ഇത്ര പ്രയാസം കഴിയുന്നവരാണ് ഇവരൊക്കെ. അല്ലാഹു ഇത്തരത്തിലുള്ള പ്രയാസം കഴിയുന്ന ഒരുപാട് ആളുകളെ ഞാൻ ഓർക്കണം ഈ വീഡിയോയിലൂടെ. ആ ഉപ്പയുടെ ആ മുഖത്ത് നോക്ക്. ഇതൊരു വീഡിയോ ആണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ എത്രയോ ഇത്തരം പ്രയാസങ്ങൾ കഴിയുന്നവരൊക്കെ ഉണ്ട്. ആരാണോ? വലൈക്കും അസ്സലാം. പ്രയാസപ്പെടുന്നവരോട് കരുണ. അതിനെന്താണ്? നിശ്ചയം അല്ലാഹുവിന്റെ കരുണ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ടെൻഷൻ ആണ്ട, നമ്മക്ക് എനിക്ക് നിങ്ങളാണ്ട് മനസ്സിലായില്ലല്ലോ. അതൊക്കെ നോൻപ് പറഞ്ഞിട്ട് ഞാൻ വിസ്തീരിച്ച് പറയാം. എന്നായിക്കോട്ടെ, സന്തോഷമുള്ള പേര്. വാങ്ങ കൊടുക്കണ്ട് പറഞ്ഞോളി. മക്കളെ കുറിച്ചെടുത്തോളി, കഴിച്ചോളിട്ടോ. ആ മക്കൾ പാവം പ്രതീക്ഷ മനസ്സിലായില്ല. മനസ്സിലാകലല്ല പ്രധാനം, മനസ്സിലാക്കല്ല. എന്തേലും ആയില്ലേ? കുറച്ച് കമ്മിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കുറച്ച് പൊട്ടിയതും ഡാമേജ് ഒക്കെ ആയാലും അതൊരു പീസിലാക്കി കൊണ്ടേക്കും. ഉണ്ടോ? നാളെ മതി. അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ എടുക്കാല്ലേ? സ്റ്റാറ്റസും അതുപോലെ
നാം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ഫാമിലി എന്തെല്ലാം കാണും ശ്രദ്ധിക്കണം. എത്രയോ ആ ഓരോരുത്തർക്കും ഫ്രൂട്ട്സ് റോഡ് കണക്കിന് കൊണ്ടുപോയിട്ട് മേശമ്മ വെട്ടി നോക്കി നോമ്പ് തുറക്കാത്തവർ പോലും ഉണ്ടാകും. മറ്റവന് നോൻപ് തുറക്കാൻ കുട്ടിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് പൊട്ടിയും പൊടിയും കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മളെ ഇടയിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. എന്തെല്ലാം കാണണം നമ്മൾ. പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോ വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഓരോരുത്തരും കണ്ടിരിക്കണം. കാരണം ഇതിൽ പറയുന്ന ഒരു കഥ ഇത് യാഥാർത്ഥ്യമായി ഒരുപാട് വീടുകളിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. നാം നോക്ക്, പള്ളിയിൽ വരുന്നു നിരന്തരമായുള്ള ദുആ എന്താ? തറാവീഹ് നിസ്കാരം കഴിഞ്ഞു, 5 വഖ്ത് നിസ്കാരത്തിൻ്റെ ശേഷവും പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ദുആ എന്താണ്? അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാതെ, മറ്റുള്ളവരോട് കരുണ ചെയ്യാതെ നമുക്ക് കരുണ താ അല്ലാഹ്, നമുക്ക് കരുണ താ അല്ലാഹ്, ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് ഉപകാരമാണ്? ഈ പ്രാർത്ഥന ഏതുപോലെ എന്നറിയോ? നാം ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. നമ്മുടെ നാട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുത്തൂറിൻ്റെ ബസ്സിൽ കയറി എന്നെ മാംഗ്ലൂരിലേക്ക് എത്തിപ്പിക്കണേ എന്ന ദ്വാ ചെയ്താൽ അത് ഒരു പ്രാർത്ഥന കളിയാക്കലാണ്. നാം മറ്റുള്ളവരോട് കരുണ ചെയ്യണം. നോക്കുമ്പോഴേക്ക് നോമ്പ് തുറക്കാനും വകയില്ലാത്തപ്പോൾ ഒരു മനുഷ്യന് കൊണ്ടുപോയി കൊടുക്കുന്നൊരു ദൃശ്യം, അതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട്. നാം മറ്റുള്ളവരോട് കരുണ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ള അള്ളാഹു കരുണ ചെയ്യും. നാം കരുണൊന്നും ചെയ്യൂല, നാം അള്ളാഹുവിനോട് കരുണ ചോദിക്കും, ഇങ്ങോട്ട് താഴ്ന്നാണ്. മറ്റുള്ളവരോടോ ഇത്തരത്തിലുള്ള നോമ്പ് തുറക്ക് പോലും വകയില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടിട്ട് പോലും നമ്മൾ അവഗണിച്ചവരാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ പലരെ നമുക്കറിയാം. അവർ പാവം ചോദിച്ച് പിന്നെ അവസാനം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന പോലും നിർത്തിയവരുണ്ടാകാം. അതെല്ലാം നമുക്ക് അറിഞ്ഞിട്ട് പോലും നാം അതൊന്നും പരിഗണിക്കാതെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പോയി ചോദിക്കുക, അല്ലാഹ് എനിക്ക് കരുണ ചെയ്യ, അല്ലാഹ് എനിക്ക് സന്തോഷം നൽകുക. ഒരിക്കലും ഇത് കിട്ടാൻ പോകുന്നില്ല. ഈ കരുണ, ഈ സന്തോഷം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. നാം മറ്റുള്ളവരോട് കരുണ ചെയ്താലേ നമുക്ക് കരുണ കിട്ടുകയുള്ളൂ, അല്ലേ? ഒരാൾ ഹജ്ജിന് പോവാതെ കണ്ട് ഹജ്ജ് സ്വീകരിച്ചെന്നൊരു കഥ നാം ഉണർത്തിയല്ലോ. എന്തുകൊണ്ടത് സംഭവിച്ചു? ഒരു വ്യഭിചാരിയായ മനുഷ്യന് നായിക്കൽപ്പം കരുണ കാണിച്ചപ്പോഴേക്കും അവൻ്റെ സർവ്വപാപങ്ങളെല്ലാം പൊരുത്തു കൊടുത്ത്. നമ്മുടെ നിസ്കാരം നോമ്പ് കൊണ്ട് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊരുത്തു തരുന്നത്, ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ട് നാം പോയി ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീടിൻ്റെ അയൽവാസിയോ കുടുംബത്തിലോ നമുക്കറിയുന്നവർ വലിയ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. അവർ നമുക്ക് കണ്ടിട്ട് പോലുമാണ് ഹജ്ജിന് പോകുന്നത്. എന്നാൽ ഹജ്ജ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുക പോലും ചെയ്യൂല. കാരണം ആ പണം നീ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുക, അവരോട് കരുണ ചെയ്യ്. അതാണ് ഹജ്ജിനേക്കാൾ വലിയ പുണ്യം നിനക്ക് കിട്ടാൻ പോകുന്നത്. നീ പോയില്ലെങ്കിലും ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തും. അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. മുഅഫ്ഫഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടിയെന്ന് മാത്രമേ ആ വർഷം വന്ന എല്ലാ ഹജ്ജിൻ്റെ കൂലിയും മുഅഫ്ഫഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താനുള്ള കാരണം എന്ത്? താൻ സ്വരൂപിച്ച ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരൂപിച്ച പണം പാവപ്പെട്ടവർക്ക് കൊടുത്തു. ഒറ്റ കാരണം കൊണ്ടാണ്. പാവപ്പെട്ടവരോട് കരുണ ചെയ്തപ്പോൾ അള്ളാഹു ഹജ്ജിൻ്റെ പരിപൂർണ്ണ പ്രതിഫലം കൊടുത്തു. ഒരുപക്ഷെ ആ പണം അവൾക്ക് കൊടുക്കാതെ കണ്ട്, അയൽവാസിയുടെ കഷ്ടപ്പെട്ട അറിഞ്ഞിട്ട് പോലും അത് കൊടുക്കാതെ കണ്ട്, അത് ഹജ്ജിന് സ്വരൂപിച്ചതല്ലേ, അയാൾ പാവം ചെറുപ്പത്തുന്ന ഒരാളായിരുന്നല്ലോ, വലിയ പ്രയാസത്തിൽ കഴിയുന്ന. ഒരുപക്ഷെ ഹജ്ജിന് പോയിരുന്നെങ്കിലോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇയാളും പെടുമായിരുന്നു, ഹജ്ജ് സ്വീകരിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിന്. കാരണം ആ വർഷം ഒരാളെ ഹജ്ജ് സ്വീകരിച്ചില്ല, ഇയാളെ കാരണം കൊണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഇയാൾ കരുണ ചെയ്തു എന്നുള്ളതാണ്. നാം മനുഷ്യരോട് കരുണ കാണിച്ചില്ലെങ്കിൽ, നാം മനുഷ്യരോട് നന്ദി ഉള്ളവരായില്ലെങ്കിൽ, നമുക്ക് ഗുണം ചെയ്യുന്നവർ നന്ദി ഉള്ളവരാവുകയും വേണം. ഇതൊന്നും ചെയ്യാതെ നമുക്കിങ്ങോട്ട് ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നടക്കത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല. അത് വെറുതെ ഇങ്ങനെ ചോദിക്കണമെന്ന് മാത്രം. അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹ് എൻ്റെ കുടുംബത്തെ സന്തോഷത്തിലാക്ക റബ്ബേ, എനിക്ക് കരുണ നൽകുക അല്ലാഹ്, എൻ്റെ ബിസിനസ്സും വമ്പിച്ച് വിജയത്തിലേക്ക് എത്തിപ്പിക്കുക. ഒരുപാട് ദുആ ചെയ്യും. പക്ഷേ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ പാവങ്ങളോട് കരുണ കാണിക്കാതെ, അവർക്ക് എന്തെങ്കിലും ഒരു സഹകരണം ചെയ്യാതെ, അല്ലാഹുവിൻ്റെ അടിമകളാണ് അവരെ സഹായിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്ന് കണ്ടിട്ട് പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജീവിതമെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിൻ്റെ ഭാഗത്ത് കരുണ കിട്ടുന്നു, അള്ളാഹിൻ്റെ ഭാഗത്ത് സന്തോഷം കിട്ടുന്നു. അള്ളാഹ് മരണം വരെ സന്തോഷകരമായ ജീവിതത്തെ അള്ളാഹ് മറ്റുള്ളവർ ഒരു നിമിഷം പോലും സന്തോഷത്തിലിരുത്താൻ നാം അനുവദിക്കില്ല. അവരെങ്ങനെ കണ്ട് വേദനിപ്പിക്കാൻ കഴിയുന്നു, ഏത് രീതിയിൽ അവർക്ക്
മനനൊമ്പരപ്പെടുത്തുന്ന, അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ സമയം ആ ശ്രമങ്ങളെല്ലാം നാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ദുആ ഇങ്ങനെയാണ്. എന്ത് കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇത് നേടാൻ പോകുന്ന കാര്യമൊന്നുമല്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ ചോദിക്കണമെന്ന് മാത്രമാണ്. ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദനിപ്പിക്കുന്ന വീഡിയോയാണ്. കാരണം ആ പാവപ്പെട്ട ഇതൊരു യഥാർത്ഥ സംഭവമല്ല, എന്നാലും ഇതിൽ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പാവപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ അല്ലേ. ചില ആളുകളൊക്കെ കാണുമ്പോൾ നല്ല തലപ്പവും നല്ല കമ്മീസും ഒക്കെ നല്ല ഉഷാറായി കാണും. പക്ഷേ അവർ അഭിമാനത്തോടു കൂടി ജീവിക്കുകയാണ്. അവരുടെ വീട്, പലരുടെ വീടും പട്ടിണിയുണ്ട്. എനിക്കറിയുന്ന വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്, പട്ടിണിയാണ്. പക്ഷേ അവർക്ക് വലിയ സ്ഥാനങ്ങളായിരിക്കും സമൂഹത്തിൽ, സ്റ്റേജുകളിലും പേജുകളുള്ളവരായിരിക്കാം. പക്ഷെ അവരുടെ ജീവിതം കഷ്ടപ്പാടിലായിരിക്കും. അങ്ങനെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. കൂലിവേല ചെയ്യുന്നവർ ഒരു ദിവസത്തെ വേല കിട്ടില്ല എങ്കിൽ അന്നത്തെ ദിവസം പട്ടിണി കിടക്കേണ്ടവരായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കരുണ ഉള്ളവരായാൽ ആകാശത്തിൽ റബ്ബിൻ്റെ കരുണ നമുക്കെന്നും കിട്ടിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചിട്ട് സമയം കളയണമെന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു റബ്ബ് ഇതും കരുണയുടെ പത്താണ്. എല്ലാവരോടും കരുണ കാണിക്കേണ്ട, മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, അയൽവാസികളോട്, ഉറ്റവരോട്, ഉടയവരോട്, അതുപോലെ മൃഗങ്ങളോട്, എല്ലാവരോട് കരുണ ഉള്ളവരായാൽ അള്ളാഹുവിൻ്റെ കരുണ തീർച്ചയായും നമുക്ക് കിട്ടും. അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും അള്ളാഹു നൽകും. പ്രാർത്ഥിക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഒരുപാട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, നോമ്പ് തുറക്കൊരു വകയില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു സമ്പത്തിൻ്റെ ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.